Hi, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ ഇന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മൊഡ്യൂൾ തീർക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്സ് ആയ തിയറീസ് ഓഫ് ഡിവിഡൻഡ് പോളിസി, സ്റ്റോക്ക് സ്പ്ലിറ്റ് ആൻഡ് സ്റ്റോക്ക് റീപർച്ചേസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളും എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. ഡിവിഡൻഡ് എന്ന് പറയുന്ന ഭാഗം ഇതിനു മുമ്പും PSC പരീക്ഷകളിൽ പലതവണ ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. തിയറീസ് ആയാലും ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി ആയാലും ഫോംസ് ഓഫ് ഡിവിഡൻഡ് ആയാലും. അതുകൊണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിവിഡൻഡ് എന്ന ഭാഗവും വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിനാൻസിങ് ഡിസിഷൻ എന്ന കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. ആ ഭാഗം വ്യക്തമായിട്ടും കുറച്ച് കൂടുതലായിട്ട് ഡെപ്തോടു കൂടി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കഴിയുമ്പോൾ നമ്മൾ മാനേജീരിയൽ ഇക്കണോമിക്സ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും നിങ്ങൾ അപ്പോഴത്തേക്കും ഫുള്ളായി പഠിച്ചു തീർക്കുക. അടുത്ത് തന്നെ മാനേജീരിയൽ ഇക്കണോമിക്സ് നമ്മളെടുക്കും. മാനേജീരിയൽ ഇക്കണോമിക്സിൽ ഡിമാൻഡ്, പിന്നെ ഇലാസ്റ്റിസിറ്റി, ഇൻകം, പിന്നെ പ്രൊഡക്ഷൻ തിയറി, പ്രൈസിങ് പോളിസി, ബിസിനസ് സൈക്കിളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങും പഠിക്കാനുണ്ട്. ഇതൊക്കെ പഠിച്ചു തീർക്കണം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെ വരണം. എന്നാലാണ് എനിക്ക് പെട്ടെന്ന് ഓരോ വീഡിയോസ് ഇടാനും തോന്നുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സസ് ഒക്കെ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ നമ്മൾ ഓരോ കാര്യം ഇപ്പോൾ പഠിക്കേണ്ട കാര്യം ഏതാണ് എന്നുള്ളത് ഞാൻ ഓരോ ക്ലാസ്സിലും പറഞ്ഞു പോകുന്നുണ്ട്. കൂടുതൽ വായിക്കാൻ ടൈമുള്ളവർ PDF വായിക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായി പഠിച്ചിട്ട് പോവുക. സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും MCQ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഇനി തിയറീസ് ഓഫ് ഡിവിഡൻഡ് പോളിസിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അവിടെ ഇർറിലവൻസ് തിയറിയും റെലവൻസ് തിയറിയുമാണ് ഉള്ളത്. ദ ഇർറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ ദ തിയറി ഓഫ് ഇർറിലവൻസ് ആൻഡ് ദ റെലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ ദ തിയറി ഓഫ് റെലവൻസ്. ഫസ്റ്റ് വൺ, ദ ഇർറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ ദ തിയറി ഓഫ് ഇർറിലവൻസ്. എന്താണ് ഇർറിലവൻസ് തിയറി എന്ന് നമുക്ക് നോക്കാം. അതിൽ AB എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഏതാണ്? റെസിജ്വൽ അപ്രോച്ചാണ്. ശ്രദ്ധിച്ച് പഠിക്കണം. തിയറി ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന സെറ്റ് എക്സാമിന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അക്കൗണ്ടിങ്ങായി ബന്ധപ്പെട്ട കൊമേഴ്സിൻ്റെ സെറ്റ് എക്സാംസിൻ്റെ MCQ ഒക്കെ ആയിട്ടുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടാതെ നമ്മുടെ ജൂനിയർ അക്കൗണ്ടൻറ്റിന് മുമ്പ് നടന്നിട്ടുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യും. കുറച്ച് നമ്മൾ പ്ലേലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു 10ഓളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കണ്ടു പഠിക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ഈ സിലബസ് ഒന്ന് ഒതുക്കി കഴിയുമ്പോഴത്തേക്കും എക്സാംസിൻ്റെ ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, സെറ്റ് എക്സാം, അങ്ങനെയുള്ള MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മൾ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് ഡൗട്ട് വരും. അതിൽ നിന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, റെസിജ്വൽ അപ്രോച്ച്. According to this theory, dividend decision has no effect on the wealth of the shareholders or the prices of the shares, and hence it is irrelevant so far as the valuation of firm is concerned. നമ്മൾ ഇറലവൻസ് തിയറിയിലേ പഠിക്കുന്നത്. ഇറലവൻസ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിവിഡൻഡ് ഡിസിഷന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തുമായിട്ടോ അല്ലെങ്കിൽ ഷെയർസിൻ്റെ പ്രൈസുമായിട്ടോ ഒന്നും ഒരു റെലവൻസ് ഇല്ലാന്ന്. വാല്യൂ ഓഫ് ഫേം തന്നെ ഇതുമായി ബന്ധപ്പെട്ടല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻ ഹാസ് നോ ഇഫക്റ്റ് ഓൺ ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് ഡിസിഷന് ഒരു ഇഫക്റ്റുമില്ല. അതാണ് റെസിജ്വൽ അപ്രോച്ചിൽ പറയുന്നത്, ഇർറിലവൻസ് തിയറിയിലും പറയുന്നത്. ദിസ് തിയറി റിഗാർഡ്സ് ഡിവിഡൻഡ് ഡിസിഷൻ മിയർലി ആസ് എ പാർട്ട് ഓഫ് ഫിനാൻസിങ് ഡിസിഷൻ. ഇവിടെ പറയുന്നത് എന്താ? ഈ ഫിനാൻസിങ് ഡിസിഷൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്നാണ് പറയുന്നത്. ബിക്കോസ് ദ ഏർണിംഗ് അവൈലബിൾ മേ ബി റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ് ഫോർ റീഇൻവെസ്റ്റ്മെൻറ്റ്, ബട്ട് ഇഫ് ദ ഫണ്ട്സ് ആർ നോട്ട് റിക്വയർഡ് ഇൻ ദ ബിസിനസ് ദേ മേ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ്. നമുക്കറിയാം, പ്രോഫിറ്റ് കിട്ടിയതിൽ നിന്ന് നമ്മൾ കുറച്ച് ഭാഗം റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട് മാറ്റി വെക്കാറുണ്ടല്ലേ നമ്മുടെ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടി കമ്പനിയുടെ. അതേപോലെ തന്നെയാണ് ഡിവിഡൻഡ്. ബാക്കിയുള്ളത് എന്ത് ചെയ്യും? നമ്മൾ ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. Thus, the decision to pay dividend or retain the earning may be taken as a residual decision.
This theory assumes that investors do not differentiate between dividend and retention by the firm. Their basic desire is to earn high return on their investment. എപ്പോഴും ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യം എന്തായിരിക്കും? ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുക എന്നതായിരിക്കും. In case the firm has profitable investment opportunity giving a higher rate of return than the cost of retained earning, the investors would be content with the firm retaining the earning to finance the same. If the firm is not in a position to find a profitable investment opportunity, the investors would prefer to receive the earning in the form of dividend. ഇവിടെ എങ്ങനെയാണ് ഡിവിഡൻറ്റും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് പറയുന്നത്. ഡിവിഡൻഡ് ഡിസിഷൻ ഹാസ് നോ ഇഫക്റ്റ് ഓൺ ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ഒരു ഇഫക്റ്റും ഇല്ല എന്നതാണ് ഇർറിലവൻസ് തിയറിയിലെ റിസീജ്വൽ അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ ഇതും ഫുള്ളായി നിങ്ങൾ നോക്കണം കേട്ടോ. തിയറി ഫുള്ളായി നോക്കണം, ഫാക്ടേഴ്സും ഫുള്ളായിട്ട് നോക്കണം. ഡിവിഡൻറ്റിൻ്റെ ടൈപ്സ് ഒക്കെ എന്തായാലും ചോദിക്കുന്നതാണ്. ഇത് ഫുള്ളായി നോക്കാൻ പറയുന്നത് നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ 15 മിനിറ്റ് കൂട്ടിയേക്കുന്നത് കൊണ്ട് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് അറിയില്ല. സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിക്കണം. അടുത്തത് മോഡൽ, മോഡ്ഗിലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് വരുന്നത് ഏതിൻ്റെ കീഴിലാണ്? ഇർറെലവൻസിൻ്റെ കീഴിലാണ്. has expressed in the most comprehensive manner in support of the theory of irrelevance. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇർറെലവൻസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് മോഡലൊക്കെ വരാം, അപ്പോൾ ചോദിക്കാം. They maintain that dividend policy has no effect on the market price of the shares and the value of the firm is determined by the earning capacity of the firm or its investment policy. അതായത് ഡിവിഡൻഡ് പോളിസിക്ക് ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസുമായിട്ടൊരു ബന്ധവുമില്ല. എന്തുമായിട്ടേ ബന്ധമുള്ളൂ? ഏണിംഗ് കപ്പാസിറ്റി. വാല്യൂ ഓഫ് ദ ഫേം എന്തുമായി ഡിറ്റർമൈൻ ചെയ്യുന്ന? വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഫേം. ഓക്കെ, ഏണിംഗ് കപ്പാസിറ്റിയാണ് വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. The splitting of earning between retentions and dividend. Retention എന്ന് വെച്ചാൽ എന്താണ്? Retained. Okay, retained earnings may be in any manner the firm likes does not affect the value of the firm. അപ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഡിവിഡൻഡ് ഡിസിഷൻ എങ്ങനെ എടുക്കുന്നു, അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എങ്ങനെയാണ് എന്നതൊന്നും വാല്യൂ ഓഫ് ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി കുറച്ച് അസംഷൻസ് കൊടുത്തിട്ടുണ്ട് എമ്മിൻ്റെ. എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, ദർ ആർ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. അസംഷൻ നോക്കണം കേട്ടോ. അസംഷൻ എന്തായാലും നോക്കിയിട്ട് പോകണം. എക്സാമിന് പോകുമ്പോൾ എന്തായാലും അസംഷൻസ് നോക്കണം. എന്തൊക്കെയാണ് പറയുന്നത്? ദർ ആർ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരിക്കും. ഇൻവെസ്റ്റേഴ്സ് ബിഹേവ് റാഷണലി ആയിട്ടായിരിക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സും ബിഹേവ് ചെയ്യുന്നത്. പിന്നെയോ ഇൻഫോർമേഷൻ അബൌട്ട് ദ കമ്പനീസ് അവൈലബിൾ ടു ഓൾ വിത്തൗട്ട് എനി കോസ്റ്റ്. എല്ലാവർക്കും കമ്പനിയുടെ ഇൻഫോർമേഷൻ കിട്ടും. അവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റോ ട്രാൻസാക്ഷൻ കോസ്റ്റോ ഒന്നുമില്ല. പിന്നെ പറയുന്നത് എന്താ? നോ ഇൻവെസ്റ്റർ ഈസ് ലാർജ് ഇനഫ് ടു ഇഫക്റ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. ഒരു ഇൻവെസ്റ്ററും അത്ര ലാർജ് അല്ല. പിന്നെ നോ ടാക്സസ്, നോ ഡിഫറൻസ് ഇൻ ടാക്സ് റേറ്റ്. പിന്നെയോ ഒരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയാണ് ഫേം ഫോളോ ചെയ്യുന്നത്. പിന്നെ റിസ്ക്കോ അൺസർട്ടനിറ്റിയോ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പറഞ്ഞത് റിസ്ക് ഇല്ല, അൺസർട്ടനിറ്റി ഇല്ല എന്നുള്ളത് ലാസ്റ്റ് ആയപ്പോൾ എന്ത് ചെയ്തു? അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അസംഷൻസ് ആണ് ഹൈപ്പോത്തസിസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഇതിനെതിരായിട്ട്, ഈ ഹൈപ്പോത്തസിസിന് എതിരായിട്ടുള്ള ആർഗ്യുമെൻ്റ് ആണ് പറയുന്നത്. ക്രിറ്റിസിസം എന്തൊക്കെയാണ്? പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എപ്പോഴും ഉണ്ടാവണമെന്നില്ലോ? ഇല്ല. പിന്നെയോ ഇൻഫോർമേഷൻ അബൌട്ട് ദ കമ്പനി ഈസ് നോട്ട് അവൈലബിൾ ടു ഓൾ പേഴ്സൺസ്. എല്ലാവർക്കും ഇൻഫോർമേഷൻ കിട്ടണം എന്നില്ല. പിന്നെ ഇതിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ടാക്സുകളുണ്ട്. പിന്നെ എപ്പോഴും നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഒരു ഫേമിൽ ഫോളോ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഓരോ ട്രാൻസാക്ഷൻ നടത്തുന്തോറും ഇൻവെസ്റ്റേഴ്സ് എന്തായിട്ട് കൊടുക്കേണ്ടി വരും? ട്രാൻസാക്ഷൻ കോസ്റ്റായ ബ്രോക്കറേജ് ഫീസൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അവസാനം പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് മേ പ്രിഫർ കറൻറ്റ് ഇൻകം ആസ് കമ്പയർഡ് ടു ഫർദർ ഗെയിൻ. പിന്നീടല്ല, നമുക്കിപ്പോൾ കറൻറ്റ് ഇൻകം ആണ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഹൈപ്പോത്തസിസ് പഠിച്ചു. ആ ഹൈപ്പോത്തസിസിന് എതിരായിട്ട് ഇത് അൺറിയലിസ്റ്റിക് ആണെന്ന് പറയുന്ന രീതിയിലുള്ള ക്രിറ്റിസിസമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക്
The argument of MM എന്താണെന്ന് നോക്കാം. The argument given by MM in support of their hypothesis is that whatever increase in the value of the firm result from the payment of dividend will be exactly offset by the decline in the market price of shares because of external financing, and there will be no change in the total wealth of the shareholders. അതായത് ഡിവിഡൻഡ് പോളിസി എന്ത് തന്നെ ആയാലും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ചേഞ്ച് ചെയ്യുന്നില്ല എന്നതാണ് ഇവിടെ MM മോഡലിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ അവർ പറയാൻ കാരണം, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫേം റിസൾട്ട് ഫ്രം ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി എക്സാക്ട്ലി ഓഫ്സെറ്റ് ബൈ ദ ഡിക്ലൈൻ ഇൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. എന്തുമായി ഓഫ്സെറ്റ് ചെയ്യും? ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് അവിടെ ഡിക്ലൈൻ ചെയ്യും. എന്തുകൊണ്ട്? എക്സ്റ്റേണൽ ഫിനാൻസിങ് കാരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് പ്രൈസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ആദ്യം ഇൻക്രീസ് ചെയ്തു പിന്നെ കുറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ വെൽത്തിന്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിന് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, P0 ഈക്വൽ D1 + P1 ഡിവൈഡഡ് ബൈ 1 + KE എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇതിങ്ങനെ പഠിക്കുക. ഈ റിലവൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? MM ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ MM മോഡലിൻ്റെ അസംഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഇനി നമുക്ക് റെലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് അല്ലെങ്കിൽ തിയറി ഓഫ് റെലവൻസ് എന്താണെന്ന് നോക്കാം. റെലവൻസിൽ വരുന്ന രണ്ടെണ്ണമാണ് വാൾട്ടേഴ്സ് അപ്രോച്ചും ഗോർഡൻസ് അപ്രോച്ചും. ആദ്യം നമുക്ക് എന്താണ് റെലവൻസ് എന്ന് നോക്കാം. The other school of thought on dividend decision hold that the dividend decision considerably affect the value of the firm. എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു? ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻ ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നതിന് പറയുന്നത് റെലവൻസ് തിയറി എന്നാണ്. The advocates of this school of thought include Arakind Gordon, Linder, James Walter and Rickardson. According to them, dividend communicate information to the investors about the firm's profitability. ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ പറ്റി ഡിവിഡൻഡ് കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാവും എന്നാണ് പറയുന്നത്. ദോസ് ഫേം വിച്ച് പേ ഹയർ ഡിവിഡൻഡ് വിൽ ഹാവ് ഗ്രേറ്റർ വാല്യൂ ആസ് കമ്പയർഡ് ടു ദോസ് who do not pay dividend or have lower dividend payout ratio. അപ്പോൾ ഡിവിഡൻഡ് നന്നായി കൊടുക്കുന്ന ഫേമിന് ഹൈ പ്രോഫിറ്റ് ഉണ്ടാവും എന്നും ഡിവിഡൻഡ് ലോയോ അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്നില്ലാത്ത ഫേം ആണെങ്കിൽ അവിടെ ലോ പ്രോഫിറ്റാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവരുടെ അസംഷൻ, ഇവർ പറയുന്നത്. ഇപ്പോൾ റെലവൻസായി ബന്ധപ്പെട്ടത് വാൾട്ടറും ഗോർഡനുമാണ്. നമുക്ക് ആദ്യം വാൾട്ടർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. Professor Walter's approach supports the doctrine that dividend decision is relevant and affect the value of the firm. ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷൻ, അത് റെലവൻ്റ് ആണ്. The relationship between the internal rate of return earned by the firm and its cost of capital is very significant in determining the dividend policy to subserve the ultimate goal of maximizing the wealth of shareholders. എന്തുമായുള്ള ബന്ധം? The relationship between internal rate of return and its cost of capital. അത് ഡിവിഡൻഡ് പോളിസീനെ അഫക്റ്റ് ചെയ്യും. ഡിവിഡൻഡ് പോളിസീനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഒക്കെ ഭാഗമാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് ഡിവിഡൻഡ് പോളിസിയുടെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു ഗോളാണ്. Then the Professor Walter's model is based on the relationship between the firm's return on investment R and the cost of capital. If R is greater than K, R എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, K എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇഫ് R is greater than K, if the firm earns a higher rate of return on its investment, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും, എന്ത് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടും. Than the required rate of return, the firm should retain the earning. Such firms are termed as growth firms and the optimum payout would be 0. In their case, they would maximize the value of shares. Okay. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഒപ്റ്റിമം പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡിവിഡൻഡ് കുറവായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇനി in case of declining firm who do not have profitable investment where R is less than K,
റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണെങ്കിൽ ദ ഷെയർ ഹോൾഡർ വുഡ് സ്റ്റാൻഡ് ടു ഗെയിൻ ഇഫ് ദ ഫേം ഡിസ്ട്രിബ്യൂട്ട്സ് ഇറ്റ്സ് ഏർണിംഗ് ദ ഒപ്റ്റിമം പേ ഔട്ട് വുഡ് ബി 100. ഇത് മാറിപ്പോവരുത്. ഇപ്പോൾ R ഈസ് ഗ്രേറ്റർ ദാൻ K എന്ന് പറയുന്നത് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒപ്റ്റിമം പേ ഔട്ട് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. ഇനി R കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പേ ഔട്ട് റേഷ്യോ 100 ആക്കും. അപ്പോൾ എൻ്റെ ഏർണിങ്സ് നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, ഇനി R ഈക്വൽ K ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? The dividend policy will not affect the market value of shares. There is no optimum dividend payout and the value of the firm would not change with the change in dividend rate. R equal K ആണെങ്കിൽ ഡിവിഡൻഡ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂ ഓഫ് ദ ഫേം ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ വാൾട്ടേഴ്സ് മോഡൽ റെലവൻസ് തിയറിയുമായി ബന്ധപ്പെട്ടതാണ് പഠിക്കുക. പിന്നെ അദ്ദേഹം പറയുന്ന 3 കാര്യങ്ങളാണ് R എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും, K എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇഫ് R ഈസ് ഗ്രേറ്റർ ദാൻ K ആണെങ്കിൽ അവിടെ ഒപ്റ്റിമം പേ ഔട്ട് വുഡ് ബി 0. ഇഫ് R ഈസ് ലെസ് ദാൻ K ആണെങ്കിൽ അത് ഡിക്ലൈനിങ് ഫേം ആയിരിക്കും, അവിടെ ഒപ്റ്റിമം പേ ഔട്ട് എന്ന് പറയുന്നത് 100 ആണ്. R ഈക്വൽ K ആണെങ്കിൽ അത് മാർക്കറ്റ് വാല്യൂ ഷെയർസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പഠിക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് അസംഷൻസ്? വാൾട്ടർ മോഡലിൻ്റെ അസംഷൻ എന്താണെന്നും നോക്കിപ്പോകണം. The investment of the firm are financed through returned earnings only and the firm does not use any external sources of fund. ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് നടത്തുന്നത്? റീറ്റേൺഡ് ഏർണിംഗ് അല്ലെങ്കിൽ റിസർവിൽ നിന്ന് മാത്രമാണ്. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫണ്ട് ഒന്നും വാങ്ങുന്നില്ല. ദ R എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് K ആർ കോൺസ്റ്റൻറ്റ്. Rഉം Kയും കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഏർണിങ്സ് ആൻഡ് ഡിവിഡൻഡ് ഡു നോട്ട് ചേഞ്ച് വൈൽ ഡിറ്റർമൈനിങ് വാല്യൂ. ഏർണിങ്സ് ഡിവിഡൻഡ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ദ ഫേം ഹാസ് എ വെരി ലോങ് ലൈഫ്. ഇത്രയും കാര്യങ്ങളാണ് വാൾട്ടേഴ്സ് മോഡലിൻ്റെ അസംഷൻസിൽ പറയുന്നത്. ഇനി അവിടെ കാണാനുള്ളത് P ഈക്വൽ D ബൈ KE മൈനസ് G ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് വാൾട്ടേഴ്സ് മോഡലിൻ്റെ ക്രിറ്റിസിസം എന്ന് നോക്കി. നമ്മൾ അസംഷൻസ് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കും നോക്കുക. ബേസിക് അസംഷൻ ആദ്യം പറയുന്നത് റിട്ടേൺഡ് ഏർണിങ്സിൽ നിന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? ഫിനാൻസ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ റിസർവിൽ നിന്ന് മാത്രമേ ഫിനാൻസ് ചെയ്യാവുള്ളൂ എന്നായിരുന്നു ഫസ്റ്റ് അസംഷൻ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ നമുക്ക് എപ്പോഴും റിട്ടേൺ ഏർണിങ്സ് ഉണ്ടാവണം എന്നില്ല, അതിൽ നിന്ന് മാത്രം നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എന്താവശ്യം വരും? എക്സ്റ്റേണൽ ഫിനാൻസിങ് ആവശ്യമായി വരും. രണ്ടാമത് പറയുന്നത് Rഉം Kയും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ്. അത് നമുക്ക് എപ്പോഴും കോൺസ്റ്റൻ്റ് ആവുകയില്ല അല്ലേ. ദ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ഈസ് R ഓൾസോ ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അത് ചേഞ്ച് ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതും ചേഞ്ച് ചെയ്യാം. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എന്താ? കോൺസ്റ്റൻ്റ് ആവണം എന്നില്ല. ഓക്കെ, അപ്പോൾ അസംഷൻ നോക്കുക. അസംഷൻ്റെ നേരെ ഇതായിട്ടായിരിക്കും ക്രിറ്റിസിസം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ടൊക്കെ തോന്നും. അപ്പോൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ മതി. ഇനി ഗോർഡൻസ് അപ്രോച്ച്. ഇപ്പോൾ ഗോർഡനും എന്തുമായി ബന്ധപ്പെട്ട്? റെലവൻസായി ബന്ധപ്പെട്ടതാണ്. റെലവൻസ് തിയറി ഓഫ് ഡിവിഡൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഗോർഡനും. എന്താണ് ഗോർഡൻ പറയുന്നത് നോക്കി. ഡിവിഡൻസ് ആർ റെലവൻറ്റ് ആൻഡ് ദ ഡിവിഡൻഡ് ഡിസിഷൻ ഓഫ് ദ ഫേം അഫക്റ്റ് ഇറ്റ്സ് വാല്യൂ. ഇവിടെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും. ഡിവിഡൻഡ് ഡിസിഷൻ ഫേംസ് വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും എന്നാണ് ഗോർഡനും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അസംഷൻ എന്തൊക്കെയാണ്? ദ ഫേം ഈസ് ആൻ ഓൾ ഇക്വിറ്റി ഫേം ആയിരിക്കും. എക്സ്റ്റേണൽ ഫിനാൻസിങ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇവിടെയും ഗോർഡൻ പറയുന്നതും റീറ്റെയിൻഡ് ഏർണിങ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ്. പിന്നെ ഇവിടെ എന്ത് പറയുന്നു? R കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉള്ളത്, ദ റിറ്റൻഷൻ റേഷ്യോ B വൺസ് ഡിസൈഡഡ് അപ്പോൺ ഈസ് കോൺസ്റ്റൻറ്റ് ദാറ്റ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഫേം G ഈക്വൽ BR ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. റിറ്റൻഷൻ റേഷ്യോയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു തവണ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ദ ഫേം റിമെയിൻ കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രോത്ത് റേറ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റൻ്റ് ആണ്, അത് ഗ്രോത്ത് റേറ്റിനേക്കാളും ഗ്രേറ്ററുമായിരിക്കും എന്നാണ് പറയുന്നത്. ദ ഫേം ഹാസ് പെർപെക്ച്വൽ ലൈഫ്. ഫേമിന് പെർപെക്ച്വൽ ലൈഫാണുള്ളത്. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് ഒന്നും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഇനി according to Gordon, the market value of a share is equal to the present value of future stream of dividend. The market value of share is equal to the present value. ഇത് ആരാ പറയുന്നതെന്ന് നോക്കണം. ആരാണ്? ഗോർഡൻ ആണ് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് എന്ന്. മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഷെയർ ഈസ് ഈക്വൽ ടു ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ സ്ട്രീം ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഗോർഡൻ ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ബേസിക് വാല്യൂഷൻ ഫോർമുലയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ എന്താണ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഗോർഡൻ ബേസിക് വാല്യുവേഷൻ മോഡൽ? ഇഫ്
R is greater than K, the price per share increases as the dividend payout ratio decreases. Dividend payout ratio കുറയുന്നു. മാക്സിമം എന്ത് ചെയ്യും? നമ്മൾ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. ഇത് തന്നെയാണ് വാൾട്ടറിലും പറയുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ് R is less than K ആണെങ്കിൽ അവിടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 100% ആയിരിക്കും. R equal K ആണെങ്കിലോ അൺചേഞ്ച്ഡ് ആയിട്ടിരിക്കും. അത് ഡിവിഡൻഡ് പോളിസീനെ അഫക്റ്റ് ചെയ്യില്ല. പ്രൈസ് പെർ ഷെയർ ഡിവിഡൻഡ് പോളിസീനെ അഫക്റ്റ് ചെയ്യില്ല. നമ്മൾ വാൾട്ടറിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഗോർഡനും പറയുന്നത്. ഓക്കെ, അപ്പോൾ തിയറീസ് ഇത്ര ആണുള്ളത്. ഇനി നമുക്ക് എന്താണ് ടാക്സ് ഡിഫറൻഷ്യൽ തിയറി എന്ന് നോക്കാം. ടാക്സ് ഡിഫറൻഷ്യൽ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് the dividend income is taxed at a higher rate than capital gain, so that the investor prefer long term gain that rather than current dividend. അതായത് ടാക്സ് ഡിഫറൻഷ്യൽ തിയറിയിൽ പറയുന്നത് ഡിവിഡൻഡ് ഇൻകം ഒക്കെ ഹൈ റേറ്റിൽ ടാക്സ് ചെയ്യും. ക്യാപിറ്റൽ ഗെയിനിലേക്കാളും ഹൈ റേറ്റിലായിരിക്കും ഡിവിഡൻഡ് ഇൻകം ടാക്സ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് പ്രിഫർ ചെയ്യും? കറൻറ്റ് ഡിവിഡൻഡിനേക്കാൾ കൂടുതൽ ലോങ് ടേം ഗെയിൻസ് ആയിരിക്കും ഇൻവെസ്റ്റർ പ്രിഫർ ചെയ്യുക. ടാക്സ് ഡിഫറൻഷ്യൽ തിയറി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. എ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഈസ് ആൻ ആക്ഷൻ ബൈ വിച്ച് എ കമ്പനി ഇൻക്രീസസ് ഇറ്റ്സ് നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ടോട്ടൽ ക്യാപിറ്റൽ. അതായത് ഒരു കമ്പനിയിൽ ടോട്ടൽ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യാതെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുക, അതിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കണ്ടോ, അവിടെ അത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇൻ എ 2-for-1 stock split, every shareholder with 1 share is given an additional share. If a company had 10 lakh shares outstanding before the split, it will have 20 lakh shares outstanding after a 2-for സ്പ്ലിറ്റ്. അതായത് ഒന്നിന് പകരം ഒരു അഡീഷണൽ ഷെയറും കൂടി എല്ലാവർക്കും എവരി ഷെയർ ഹോൾഡർ ഒരു ഷെയറുള്ള എല്ലാവർക്കും ഒരു അഡീഷണൽ ഷെയറും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ എത്രയായി? 2 ഷെയർ. അപ്പോൾ 10 ലക്ഷം ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്രയായി? 20 ലക്ഷമായി. A stock split is usually done by company when the market value of their share increases very high, so that trading of such shares become difficult. Market value shares increase ചെയ്യുമ്പോഴാണ് കമ്പനി ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. If the market value of equity shares of a company is 12,000 while its face value is ₹10 only, the investors will be hesitant to purchase the shares. അപ്പോൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 12,000, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് വെറും 10 രൂപയുമാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു വിമുഖത പ്രകടിപ്പിക്കും. അപ്പോഴോ മോർ ഓവർ ഇൻ സച്ച് എ സിറ്റുവേഷൻ വൺ ഹാസ് ഇൻവെസ്റ്റ് ₹1,20,000 to purchase 10 shares of the company. Similarly, when the price of share increases beyond the price level of similar company in their sector, stock split will be contemplated. The primary motive is to make shares more affordable to small investors. Small investors-നും അഫോർഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് അവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫെയർ വാല്യൂ ഫേസ് വാല്യൂ എന്ത് ചെയ്യും? ഷെയറിൻ്റെ ഫേസ് വാല്യൂ കുറയുകയും ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ നമ്പർ കൂടുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ ഇത്രയും പഠിച്ചാൽ മതി. ടോട്ടൽ ക്യാപിറ്റൽ, ഒരു ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൽ ചേഞ്ച് ചെയ്യാതെ തന്നെ അവരുടെ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന അതിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക. ചിലപ്പോൾ വായിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറയുണ്ടായി, കുറേ വർഷങ്ങളായി പഠിച്ചിട്ട് ഇപ്പോൾ പഠിക്കാനൊക്കെ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുകയുണ്ടായി അല്ലേ. കുറേ വർഷം മുമ്പ് പഠിച്ച് തീർന്നവരാണ് ഇപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനും. അപ്പോൾ എന്ത് ചെയ്യാം? പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. നമ്മുടെ യൂട്യൂബിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലും ചോദിക്കാം, ടെലഗ്രാമിൽ. ഇപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്കിനായിട്ടിരിക്കാം. ഡിസ്കഷൻ ഗ്രൂപ്പിൽ ചോദിക്കുമ്പോൾ അറിയാവുന്ന ആരെങ്കിലും, ഇപ്പോൾ ഞാൻ തന്നെയല്ല, നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് കമൻറ്റിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സ്റ്റോക്ക് റീപർച്ചേസ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റോക്ക് റീപർച്ചേസ്? അല്ലെങ്കിൽ നമ്മളതിനെ റിവേഴ്സ് സ്പ്ലിറ്റ് എന്നും വിളിക്കും കേട്ടോ. എന്താ നോക്കി, എ റിവേഴ്സ് സ്പ്ലിറ്റ് ഈസ് ആൻ എക്സാക്ട് ഓപ്പോസിറ്റ് ആക്ഷൻ
where a company takes all the outstanding shares and reduces the amount of share they have by a specific factor and reissues them to their shareholders. അതായത് റീപർച്ചേസ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം പഠിച്ചു, എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നുള്ളത് പഠിച്ചു. അതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ കമ്പനി എന്ത് ചെയ്യും, ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഒക്കെ കമ്പനി തന്നെ ടേക്ക് ചെയ്യും. എന്നിട്ടോ എമൗണ്ട് ഓഫ് ഷെയർ റിഡ്യൂസ് ചെയ്യും. നോക്കിയേ, not to be confused with the previous reverse split, a stock buyback in comparison is when a company purchases some of their outstanding shares, effectively reducing the total amount of shares outstanding that are available to trade. അപ്പോൾ ട്രേഡിന് അവൈലബിൾ ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ നമ്പർ എമൗണ്ട് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി കമ്പനി തന്നെ പർച്ചേസ് ചെയ്യുന്നു. കുറച്ച് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ കമ്പനി തന്നെ പർച്ചേസ് ചെയ്യുന്നു. അതിനെയാണ് സ്റ്റോക്ക് റീപർച്ചേസ് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട്, the increased demand for the stock caused by the buyback usually increases the price per share and equity position for every investor. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് പെർ ഷെയർ കൂടും. അങ്ങനെ ഇക്വിറ്റി പൊസിഷൻ, ഓരോ ഇൻവെസ്റ്ററിൻ്റെ ഇക്വിറ്റി പൊസിഷനും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നാണ് പറയുന്നത്. Stock buybacks are one way to add shareholder value and also increase stock price to a level the company believes in more in line with what they are worth. ഇത് ഷെയർ ഹോൾഡറിൻ്റെ വാല്യൂ ആഡ് ചെയ്യും. സ്റ്റോക്ക് ബൈബാക്ക് എന്ത് ചെയ്യും, ഷെയർ ഹോൾഡറിൻ്റെ വാല്യൂ ആഡ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെയോ, stock buybacks are also an excellent indicator to the market that a company has great confidence in their near to long term പ്രോസ്പെരിറ്റി. ഒരു എക്സലൻറ്റ് ഇൻഡിക്കേറ്ററാണ്, മാർക്കറ്റ് ഇൻഡിക്കേറ്ററാണ് ഈ സ്റ്റോക്ക് ബൈബാക്ക് എന്ന് പറയുന്നത്. കമ്പനി അവരുടെ ഷെയർസ് തന്നെ ബൈബാക്ക് ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് റീപർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഇതിൽ ഡിവിഡൻഡ് പോളിസി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിവിഡൻഡ് പോളിസിയുടെ ടൈപ്സ്, ഡിവിഡൻറ്റിൻ്റെ ടൈപ്സ്, പിന്നെ തിയറീസ്, ഇതൊക്കെ മിക്കവാറും എക്സാമിൽ വരാറുള്ളതാണ്. ഇറലവൻസ് തിയറി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ വാൾട്ടൻ്റെ ഏതാണ്, റെലവൻസ് ആണോ ഇറലവൻസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പഠിക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിനാൻസിങ് ഡിസിഷൻ, സോഴ്സസ് പഠിക്കുക. ഡെറ്റ് ഏതാണ്, ഇക്വിറ്റി ഏതാണ് എന്നുള്ള സോഴ്സസ് ഒക്കെ വ്യക്തമായി തന്നെ പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളായ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാനേജീരിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. മാനേജീരിയൽ ഇക്കണോമിക്സ് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫുൾ തിയറി ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അപ്പോഴേക്കും അത് കാണുക. ഇനി നമുക്ക് ഇതിൽ ബാക്കിയൊക്കെ കമ്പനി ലോ ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ളതാണ്. കമ്പനി ലോയാണ് ഇത്തവണ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അല്ലേ, PSCയിലെ സിലബസിൽ കുറച്ച് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് കമ്പനി ലോയാണ്. ക്യാപിറ്റൽ മാർക്കറ്റൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ എത്രയും പെട്ടെന്ന് എടുത്ത് തീർത്തിട്ട് MCQ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി കണ്ട് മനസ്സിലാക്കി എഴുതിയെടുത്ത് പഠിക്കുക. എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ PDF നോക്കി ഒരു തവണയെങ്കിലും നിങ്ങൾ വായിക്കാനും കൂടി ശ്രമിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന മൊഡ്യൂളിൽ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ആദ്യം ചെയ്തിരുന്നു, അതും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് കഴിയുമ്പോൾ ഇനി മാനേജീരിയൽ ഇക്കണോമിക്സ് ആണ് തുടങ്ങാൻ പോകുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ വേണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മുടെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.